അസ്സലാമലൈക്കും. അപ്പോൾ ദാ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, നമ്മൾ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേറൊന്നുമില്ല, ചെമ്മീൻ ബിരിയാണി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ, വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നാണ് കേട്ടോ ടൈം കിട്ടി, എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ചെമ്മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെമ്മീൻ എടുത്തുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പനിക്കാൻ വരുന്നതുകൊണ്ട് ആഴ്ചയൊക്കെ പറഞ്ഞ് ഈ റെസ്റ്റോറൻറ്റ് ഞാൻ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനവും സന്തോഷവും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. നമ്മൾ പാർട്ട്ണർ കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ ആ കാര്യത്തിൽ ലക്കിയാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് നിൽക്കലുണ്ട് കേട്ടോ. എനിക്ക് പനിക്കാൻ വരുന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് ഇരിക്കാനൊന്നും കഴിയുന്നില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, വലുതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്മീൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടാണ് കായം പുരട്ടി ഫ്രിഡ്ജിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറിൻ്റെ ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കുക. ഒരു നേരത്തിനായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത്തിരി ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അരി. അപ്പോൾ ഞാൻ കുക്കറിലായതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില ഇത് മൂന്നും കൂടി വാട്ടിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി ഉണ്ടല്ലോ അതിട്ട് മിക്സാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കൽ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 1 വിസിലും അതേപോലെ 2 വിസിൽ വരുന്നതിന് മുന്നേ ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മസാല ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നോക്ക് ഉമ്മീനെ നോക്ക്. ബിരിയാണീൻ്റെ മസാലകൾ ഉള്ളി വാട്ടാൻ വേണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മളിതാ അവിടെ ചെമ്മീൻ കായം പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് പൊരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ നല്ല ചെമ്മീൻമേലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ റാഷിയാക്ക് വന്ന് പറയേണ്ട ഈ പോയിക്ക് ഞാൻ ചെയ്തോളാം, പക്ഷെ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റക്കാക്കിയാൽ പാവല്ലേ, അതുകൊണ്ട് ഞാനും അവിടെ തന്നെ സജീവമായി നിന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി വെച്ച് ഞാൻ അതിലേക്ക് കോരി ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിതാ ഒരു 3/4 വേവൊക്കെ മതി, ബാക്കി ദമ്മിടുമ്പോഴും മസാലയിൽ കിടന്നൊക്കെ വേവാൻ വേണ്ടി നമ്മൾ വെക്കുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ 3/4 വേവിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഇല ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മോളെ പോയിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കരുത് പറഞ്ഞ് റൂമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുനാരങ്ങ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് 36 ചെറുനാരങ്ങ എടുത്ത് കഴിക്കും കേട്ടോ. നല്ല സ്വഭാവമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ കാണാണ്ട് എടുത്ത് പോകുന്നതാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതിന് എടുക്കുന്നാണ്ട്. റാഷിയൊക്കെ പറയണ്ടേ വേണ്ട എടുത്തേക്ക് പറയണ്ടേ, എവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇതാ റാഷിയൊക്കെ ഇവിടുന്ന് ഉള്ളി വാടിക്കുന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരാക്കാണ് മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കാക്കൻ്റെ മസാലയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾക്ക് ഇതാ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നോക്കിക്കോളൂ കേട്ടോ.
കുഞ്ഞിപ്പാത്തപ്പം തിന്നത് കണ്ടില്ല, ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല. ഇത് ഉപ്പ് വരെ എടുത്ത് തിന്നിട്ടോ, ഉപ്പ് ചെറുനാരങ്ങ ഇതൊക്കെയാണ് ഓളെ കട്ടെടുത്ത് തിന്നണ ഐറ്റംസേ. ഞാൻ കൊടുക്കലില്ല. അപ്പോൾ പിന്നെ നമ്മൾ നെയ്ച്ചോറ് കറക്റ്റ് വേവിൽ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പച്ചമസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകായിരുന്നു കേട്ടോ നമ്മൾ ഇട്ടേനെ. അതേപോലെ തക്കാളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ടേണ്ടതിന്. പിന്നെ നമ്മളതൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ ഫിഷ് മസാല, അതേപോലെ ഗരം മസാല, ഇതൊക്കെ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചിട്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതേപോലെ കുരുമുളക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൊരിക്കാൻ വെച്ച ഇതുണ്ട്, ചെമ്മീനുണ്ടല്ലോ, അത് വെളിച്ചെണ്ണ അടിക്കുകയാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഞാനിത് വാട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാക്കിയത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.